എൻ്റെ ഭർത്താവ് ആഗ്രഹിക്കുന്നത് എനിക്കു കൂടി ഒരു ജോലി വേണമെന്നാണ്. എനിക്കൊട്ടും താല്പര്യമില്ല. മക്കളെ ആരെയും ഏൽപ്പിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ചെറിയ കുട്ടികളാണുള്ളത്. അദ്ദേഹത്തിന് വലിയ സാലറി ഉള്ള ജോലിയൊന്നുമല്ല ഉള്ളത്. അതുകൊണ്ട് എന്നെ കൂടി നിർബന്ധിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് കുടുംബത്തെ പോറ്റുക എന്നുള്ളത് ആണിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ കൂടി ജോലിക്ക് പോയാലും അള്ളാഹു നമ്മുടെ കുടുംബത്തിന് നൽകാനുള്ള ഉപജീവനം മാത്രമേ നൽകുകയുള്ളൂ എന്നാണ്. ഇനി കുട്ടികളുണ്ടാവുകയാണെങ്കിൽ അവരുടെയും ചെറുപ്പം ഞാൻ അവരെയും ഏൽപ്പിച്ച് ജോലിക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ഭർത്താവിൻ്റെ ആഗ്രഹം എങ്ങനെ സാധിക്കും? എനിക്കുകൂടി ജോലിയായാൽ അദ്ദേഹം വിദേശത്താണ്. എനിക്കുകൂടി ജോലിയായാൽ ഒരുമിച്ച് ജീവിക്കാമെന്നാണ് പറയുന്നത്. എനിക്ക് ജോലിയോടൊട്ടും താല്പര്യമേ ഇല്ല. മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുടുംബക്കാരെല്ലാം നിർബന്ധം ചെലുത്തുന്നുണ്ട്. പിന്നെ എന്തിനാണ് നീ പഠിച്ചത് എന്ന ചോദ്യമാണ് എല്ലാവർക്കും ഉള്ളത്. എന്തായാലും നമ്മളെപ്പോഴും ഈ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ പരസ്പരം മനസ്സിലാക്കുകയും ചർച്ച ചെയ്തിട്ടും രണ്ടുപേരുടെയും താല്പര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ളൊരു പരിഹാരത്തിലേക്ക് പോകണം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വൺ വേ നിന്ന് കുട്ടികളെയും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ നോക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരത് നോക്കട്ടെ, ഭർത്താവിന് കിട്ടുന്ന വരുമാനം കൊണ്ട് സംതൃപ്തപ്പെട്ട് ജീവിക്കട്ടെ എന്നൊരു ഉപദേശം ഇപ്പം നമ്മൾ കൊടുത്താൽ ആ ഉപദേശം കൊണ്ട് ഇവർക്ക് ഫലമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭർത്താവ് വീണ്ടും ഈ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കൂലേ. അവർ ഈ കുട്ടികളെ നോക്കി വീട്ടിൽ നിൽക്കാൻ സമാധാനം സ്വസ്ഥയും കൊടുക്കൂല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവരുടെ താല്പര്യം ഒരു ന്യായമായ താല്പര്യമല്ലേ. അതായത് എൻ്റെ കുട്ടികളെ എന്ത് ചെയ്യുക, വേറെ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് ജോലിക്ക് പോയി സമ്പാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മക്കളോടൊപ്പം ഞാൻ ഉണ്ടാവണം. ഭർത്താവിന് കിട്ടുന്ന വരുമാനം കൊണ്ട് സംതൃപ്തകരമായി ജീവിക്കാൻ ഞാൻ റെഡിയാണ് എന്നവർ പറയുമ്പോൾ സ്വാഭാവികമായും പിന്നെ അതിലൊരു ന്യായം ഉണ്ടല്ലോ. എന്നാൽ ഒരു പക്ഷേ ഭർത്താവിൻ്റെ ന്യായം നമ്മൾ കാണണം. കാരണം അയാൾ പറഞ്ഞത് എൻ്റെ വരുമാനം കൊണ്ട് മാത്രം എന്നെ ഇവിടെ കൊടുന്ന് ഗൾഫിൽ നിർത്താൻ എനിക്ക് കഴിയില്ല. നേരത്തെ നീയും കൂടെ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിൽക്കാം. അപ്പോൾ അവിടെ ഒരു ഗുണമുണ്ടല്ലോ. ഏത്? ഇവർ കുട്ടികളെ നോക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ന്യായമുണ്ട്. എന്ത്? നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റും, ഇവിടെ രണ്ടുപേർക്കും വരുമാനം ഉണ്ടെങ്കിൽ എന്ന് പറയുന്നതിൽ ഒരു ന്യായമുണ്ട്. അപ്പോൾ ഈ ന്യായങ്ങളെ എന്ത് ചെയ്യണം, എങ്ങനെ നമുക്ക് സമന്വയിപ്പിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ പല വഴികളുണ്ടല്ലോ. അതായത് എന്തായിരുന്നാലും ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കുക എന്നുള്ളതിൽ ഇവർക്ക് എതിർപ്പുണ്ടാവില്ലല്ലോ, അല്ലേ? ഭർത്താവിൻ്റെ കൂടെ പോയി ജീവിക്കുക എന്നൊരു ഓപ്ഷൻ അല്ലേ ഭർത്താവ് പറയണത്. ആയിക്കോട്ടെ, അത് അംഗീകരിക്കാൻ പറ്റൊരു കാര്യമാണ്. മക്കളെ ഞാൻ തന്നെ നോക്കണം എന്ന അവളുടെ ആവശ്യം അയാൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമല്ലേ. അത് ന്യായമല്ലേ? അതും അയാളുടെ കുട്ടികളും കൂടിയല്ലേ. അപ്പോൾ അതും അയാൾക്ക് അംഗീകരിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ന്യായമായി രണ്ടുപേരും ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ എന്തുണ്ട്? പരസ്പരം അംഗീകരിക്കാവുന്ന ന്യായങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് ഗുണങ്ങളെയും, എൻ്റെ കുട്ടികളെ ഞാൻ തന്നെ നോക്കുക എന്നുള്ളതും ഭർത്താവിൻ്റെ കൂടെ പോയി താമസിക്കുക, കുറച്ചുകൂടി വരുമാനം വർദ്ധിപ്പിച്ചിട്ട് എന്ന ഈ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഒന്നിച്ചെടുക്കാം. അപ്പം ചിന്തിക്കുക, ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്ത് ജോലി ചെയ്യും, ആ ജോലി കുട്ടികളെ ബാധിക്കുമോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നമുക്ക് ലീവ് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യാണ് സ്കൂളിലേക്കോ കാര്യങ്ങളിലേക്കോ അവർ പോകുന്ന ഒരു ഗ്യാപ്പിലായിരിക്കും ഈ ജോലി വരിക, ഇസ്ലാമികമായി എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള വശങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ ഒരു കൂട്ടായ തീരുമാനം, ഭർത്താവിനും ഇവർക്കും വിഷമമില്ലാത്തൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോഴേ ഇവർക്ക് ഈ തീരുമാനം കൊണ്ട് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. രണ്ടുപേരും സമ്മതത്തോടെ ഉൾക്കൊള്ളുന്ന തീരുമാനങ്ങളിലേക്ക് അവർക്ക് എത്താൻ പറ്റണം. അതിന് ചർച്ചകൾ ചെയ്യാറാവണം. അപ്പോൾ ഇവിടെ പലപ്പോഴും കുട്ടികളെന്തോ ആവട്ടെ, നീ ഇങ്ങോട്ട് പോര് എന്ന് അദ്ദേഹം പറയുന്നതും അംഗീകരിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഞാനൊരു ജോലി ചെയ്തിട്ട് കൂടെ ഒന്നിച്ച് നിൽക്കാനുള്ളൊരു ആഗ്രഹം ഭർത്താവിനുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, നിങ്ങൾ ഒറ്റക്കവിടെ നിന്നോളിയും, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ ജീവിച്ചോളാം എന്ന് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനെ ഒന്ന് സമന്വയിപ്പിച്ചിട്ട് ഈ പറയുന്ന രണ്ടുപേർക്കും കിട്ടുന്ന ഗുണങ്ങളെ തകരാറ് പറ്റാത്ത രൂപത്തിൽ രമ്യമായി എങ്ങനെ മുന്നോട്ട് പോകുക, അതൊരു തഫാഹും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രൂപത്തിൽ എങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പറ്റുന്നില്ലെങ്കിൽ ഈ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ട് ഒരു പരിഹാരത്തിലേക്ക് എത്തുന്നതാണ് കുടുംബജീവിതത്തിൽ എപ്പോഴും നല്ലത്.